കേട്ട് അകത്ത് വരുന്നവർക്ക് പിന്നെ കൊടുക്കേണ്ടത് ഉപദേശമാണ്. വെളിയിൽ സുവിശേഷം, ആ സുവിശേഷം കേട്ട് അകത്ത് വരുന്നവർക്ക് പിന്നെ സുവിശേഷം വേണ്ട, അവർക്ക് ഉപദേശം കൊടുക്കണം. അതിനാണ് 21 ലേഖനങ്ങൾ ആത്മനിയോഗത്തോടെ ദൈവദാസന്മാര് നമുക്ക് തന്നിരിക്കുന്നത്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ. ഇതെല്ലാം ഉപദേശപരമായ വിഷയമാണ്. റോമാലേഖനം വിശ്വാസത്താലുള്ള നീതീകരണമാണ്. കൊരിന്ത് ലേഖനം നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വിശുദ്ധീകരണമാണ്. ഗലാത്യ ലേഖനം നമുക്കറിയാം. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സ്വാതന്ത്ര്യത്തെ, മൈക്കിന്റെ വോളിയം കുറച്ച് തന്നോ, തീർന്നോ? അപ്പൊ ശ്രദ്ധിച്ചേ, ആദിമ സഭയുടെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ. പിന്നീടുള്ള 21 ലേഖനങ്ങൾ ഉപദേശപരമായ വിഷയങ്ങളാണ്. നമുക്കറിയാം, റോമാലേഖനം വിശ്വാസത്താൽ നീതീകരണം, കൊരിന്ത് ലേഖനം നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വിശുദ്ധീകരണം, ഗലാത്യ ലേഖനം വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സ്വാതന്ത്ര്യം, എഫേസ്യ ലേഖനം സ്വാതന്ത്ര്യം പ്രാപിച്ച വിശുദ്ധന്മാരുടെ സ്ഥാനമാനങ്ങൾ, ഫിലിപ്പിയ ലേഖനം അവരുടെ സന്തോഷം, കൊലോസ്യ ലേഖനം അവകാശം. ഇങ്ങനെ പോകുന്ന ലേഖന പരമ്പരകൾ.